ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയോട്ടിപ്പ BTS മെമ്പർ ഒരു ഐഡൽ പിന്നെ CEO ടൈറ്റിൽ മനസ്സിലായില്ലേ. നമ്മളെ ഹീറോ ഒരു കമ്പനീൻ്റെ ഒരു ഫേമസ് CEO, അത് മാത്രം ഫേമസ് CEO ആണ്, നമ്പർ 1 ബിസിനസ് മാൻ ആണ്. അത് മാത്രമല്ല എല്ലാ കമ്പനി താഴെയാണ്. അതുകൊണ്ട് ഹീറോയും അച്ഛാ എന്ത് പറ്റിയ അല്ല അച്ഛാ, ഞാൻ കമ്പനി നോക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അച്ഛാ. അച്ഛൻ പറഞ്ഞുകൊണ്ട് കമ്പനി നോക്കിക്കോ. ശരി, സമാധാനമായി. എനിക്ക് കമ്പനി നീ എന്ന് നോക്കിക്കോ. അച്ഛൻ പറഞ്ഞു എനിക്ക് റെസ്റ്റ് എടുക്കാം. അച്ഛാ നിങ്ങളിങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം? അതൊന്നും പറയാൻ പറ്റില്ല, നീ തന്നെ കമ്പനി നോക്കിക്കോ എന്ന് ഹീറോയുടെ അച്ഛൻ പറഞ്ഞു. ചേട്ടാ നീ ഉണ്ടാതെ പോയേ, ഞാനൊക്കെ ബോറ് അടിക്കാം, ഞാനൊക്കെ പോയിട്ട് കുറച്ച് ഡാൻസ് കളിക്കാം. ചേട്ടാ ഒന്നിലും ഞാൻ അച്ഛനോട് പറയൂ. എന്താ പറയാ, ഒരു കാര്യം പറഞ്ഞു ചേച്ചാ. അയ്യോ അയ്യോ, ഒരു ഗേൾ പ്രപ്പോസ് തന്നെ. ആ ഗേള് ഹീറോയിൻ്റെ ചേട്ടനൊക്കെ പ്രപ്പോസ് ചെയ്യുന്ന ഹീറോയിൻ്റെ ചേട്ടൻ ഞാൻ രചിച്ചതെന്ന് പറഞ്ഞു. ആ പെണ്ണ് ഹീറോയിൻ്റെ ചേട്ടനെ വെച്ച് ടോർച്ച് ചെയ്തത് കൊണ്ട് ഹീറോയിൻ സോറി മിയ പറഞ്ഞേക്ക് എന്നുകൊണ്ട് അങ്ങനെ ജാക്സൺ സമ്മതിച്ചു. ഹീറോയിൻ്റെ ചേട്ടൻ ജാക്സൺ പറഞ്ഞു ശരിടി, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാറ്. ശരി ചേട്ടാ. ജാക്സൺ ഹീറോയിൻ ഭയങ്കര ബിസി ആയിരുന്നു. ജാക്സൺ പറയാൻ തുടങ്ങി ചേട്ടാ. ജാക്സനോട് പറയാൻ തുടങ്ങി ഹീറോയിൻ. മിയ പറയാൻ തുടങ്ങി ചേട്ടാ എനിക്ക് ആ ഗേളൊന്നും സെറ്റാണ് ചേട്ടാ. അത് മാത്രമല്ല ആ ഗേൾ കുറേ ബോയ്സിൻ്റെ കൂടെ അതെല്ലാം പറഞ്ഞു. അത് കേട്ട് ഹീറോയിൻ്റെ ചേട്ടൻ ഷോക്കായിരുന്നു. അതെ, ഞാൻ എന്ത് പറഞ്ഞു, അച്ഛൻ സമ്മതിക്കൂല ഇങ്ങനെ പറഞ്ഞു. നീ ഇനി ആ ചേട്ടൻ ആ ഗേളിനോട് സംസാരിക്കാണ്ട് പിന്നെ ആ വന്നു ആ ഗേൾ. ഹീറോയിൻ മിരട്ടിയായിരുന്നു. ഹീറോയിനെ കണ്ട് നിൻ്റെ ഗേൾ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞു. അതൊക്കെ ഹീറോയിൻ പറയാൻ തുടങ്ങിയ എൻ്റെ ചേട്ടൻ പുറകിൽ നടന്ന് നിനക്ക് ഗേൾ ഫ്രണ്ട് വേണോ? അങ്ങനെ ആ പെണ്ണ് എന്തെല്ലാം ചെയ്തതല്ല വീഡിയോ കാട്ടിയാണ്. ആ പെണ്ണ് അവിടെ നിന്ന് പോയി. അങ്ങനെ ഹീറോയിൻ ചേട്ടൻ പറഞ്ഞു ഡാൻസ് ഡേ ഇയാൾ ചെയ്തുകൊണ്ട് ജാക്സൺ പറഞ്ഞ് മനസ്സിലാക്കിക്കോ, ഇനി മേലായി ഗേൾസിൻ്റെ പ്രാക്ടീസ് ചെയ്യണ്ട. ഓക്കെ, ഹീറോയിൻ്റെ ചേട്ടൻ സമ്മതിച്ചു. നിങ്ങൾ രണ്ടുപേരും ഓഫീസിൽ നല്ല ജോയിൻ ചെയ്യുന്നതാണ്. ഈ ചെയ്യുമ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നു റോസ് പറയാൻ തുടങ്ങി മച്ചി എന്നെ മാത്രം അണിയാക്കിയിട്ട് നീ എന്നെ ജോലി ഇവിടെ ചെയ്യാൻ റോസ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയാൻ തുടങ്ങി ബാഡി. റോസിനെ കണ്ട് ഹീറോയിൻ്റെ ചേട്ടൻ കേൾക്കുന്നത് ഇതാരാ? ആ ചേട്ടാ, ഇതെൻ്റെ കൂടെ സ്കൂൾ പഠിച്ച ഫ്രണ്ടാ. അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും കോളേജൊക്കെ പഠിച്ച. ചേട്ടന് മാത്രം കോളേജിൽ വല്ല മതിയുണ്ട്. എന്താ ആ ഗേളാണോ? അതെ ചേട്ടാ എന്ന് ഹീറോയിൻ പറഞ്ഞായിരുന്നു. ഓ റോസാണോ? അതെ ചേട്ടാ ഞാൻ റോസാണ്. ശരി റോസി, ഞാൻ പോവാ. അങ്ങനെ ചേട്ടനടുത്ത് പോയി എനിക്ക് ജോലിയുണ്ട്. അവരെ രണ്ടുപേരാണ് കമ്പനി റൺ ചെയ്തത്. രണ്ടുപേരും റോസ് പറയാൻ മച്ചി എങ്ങനെ നീ എനിക്ക് സെക്രട്ടറി ആയിക്കോ. ഇത് റോസ് ഷാക്കായി. എന്തടി ഞാൻ എനിക്ക് സെക്രട്ടറിയാ? സെക്രട്ടറി അല്ലാതെ വേറെ എന്താവാ? ശരിടി ഇങ്ങനെ റോസ് പറഞ്ഞു. ശരി ഓക്കെ, ടെൻഷനാ. റോസ് യഥാർത്ഥ ഫോൺ നോക്കായിരുന്നു. അവിടെ എല്ലാം ശരി ജോലി ചെയ്യുന്ന ഇല്ലേന്ന് നോക്കുമായിരുന്നു. സെക്രട്ടറി എന്താക്കണോ എല്ലാം നോക്കുമായിരുന്നു. റോസിക്ക് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു പാവമായിരുന്നു. പെൺകുട്ടിയോട് പറയാൻ തുടങ്ങി ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞു മാം. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി എന്താടി? അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് മൊബൈൽ നോക്കുമ്പോൾ BTS മെമ്പറിൻ്റെ കോസ്റ്റം ഒരു ന്യൂസ് വന്നായിരുന്നു. ഇത് കണ്ട് ഷോക്കായിരുന്നു. റോസ് ഓടി മാച്ചി എന്തടി? ഇല്ലടി, BTS കമ്പനിയിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് മാച്ചി. എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ലോസാണ്. അതുകൊണ്ട് നമ്മൾ പോയിട്ട് ഹെൽപ്പ് ചെയ്യാം. എന്താ റോസ് പറയുന്നത്? സത്യമാണോ? അതെടേ നിൻ്റെ ക്രഷ് ആരെ എനിക്കറിയോ. എടി അങ്ങനെ ഒന്ന് പറയണേ, എനിക്ക് 7 ക്രഷൊന്നും നീ വഴക്കൊന്നും പറയണ്ടേ. ഈ കോളേജിലെ എനിക്കറിയടി, സ്കൂൾ പഠിക്കുമ്പോൾ പൊടി അങ്ങനെയുണ്ട് പടി. നമ്മൾ പോയിട്ട് BTS മെമ്പർ കാണാം. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയാം ശരിടി. റോസ് പറഞ്ഞു ഹീറോയിൻ്റെ ചേട്ടൻ പോകുമ്പോൾ എവിടെയൊക്കെ പോവാ ചേട്ടാ? അത് എങ്ങനെ ചേട്ടൻ പറഞ്ഞു. ഓ നിനക്ക് ഞാനും കൂടെ വരാം. അവരുടെ നല്ല എനിക്ക് പിടിക്കൂ. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ 3 പേര് ആ കമ്പനിക്ക് വന്നായിരുന്നു. അതുകൊണ്ട് കമ്പനിയിൽ സംസാരിച്ചായിരുന്നു. കമ്പനീനെ അവിടുത്തെ CEO എണിച്ച് വന്നു. സാർ എന്താ? ഞാൻ ഈ കമ്പനീൻ്റെ CEO ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ അനിയത്തിയാണ്. ഞങ്ങൾ 2 പേരാണ് കമ്പനി റൺ ചെയ്യുന്നത്. ഞാൻ ഈ കമ്പനി റൺ ചെയ്യുന്നത്, ഈ കമ്പനി റൺ ചെയ്യുന്നത്. അതെ, ഹീറോയിൻ്റെ ചേട്ടൻ 2 പേരും ഒക്കെയാണ് കമ്പനി റൺ ചെയ്യുന്നത്. 2 കമ്പനിയുടെ അടുത്തുള്ളത് വലിയ കമ്പനിയാണ്. 2 CEOമാരുണ്ട് കമ്പനിയിൽ റൺ ചെയ്യാനും. എന്നിട്ട് അവിടുത്തെ CEO പറഞ്ഞു ശരി സാർ, ഇപ്പം എന്താ ഞങ്ങൾ ഇത് തരാം, പണം തരാം, അതിന് മുമ്പ് നിങ്ങൾ ഇത് ചെയ്യണോ അങ്ങനെ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. ശരി നിങ്ങൾ ആർക്ക്? ഞങ്ങൾ BTS മെമ്പേഴ്സാണ് ഇത് പണം തരുന്നത്. അങ്ങനെ പണം തരുന്നത്. അത് മാത്രമല്ല ഈ കോൺട്രാക്റ്റിൽ അവർ സൈൻ ചെയ്യണം. ഇത് ഹീറോയിൻ്റെ ചേട്ടൻ ഒരു പ്ലാൻ പറഞ്ഞു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. കോൺട്രാക്റ്റാ? എന്ത് ചേട്ടാ കോൺട്രാക്റ്റ്? അത് ഞാനൊന്നും പറയാൻ പറ്റില്ല. ഈ കോൺട്രാക്റ്റിൽ അവർ സൈൻ ചെയ്യണമെന്ന് ഹീറോയിൻ്റെ ചേട്ടന് പറഞ്ഞായിരുന്നു. അത് ഹീറോയ്ക്ക് കേൾക്കുമായിരുന്നു. അങ്ങനെ BTS മെമ്പർ
വൃത്തിയായിരുന്നു. അതിൽ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ചേട്ടാ എന്ത് കോൺട്രാക്ട്? പിറ്റേ ദിവസം 7 പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണം. ചേട്ടാ നീ പറയൂ ചേട്ടാ ഇത് എന്താ കോൺട്രാക്ട്? ഞാൻ ആരും നോക്കാതായിരുന്നു. ഇത് ഈ കോൺട്രാക്ട് വായിച്ച് സഹിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണ് എനിക്ക് ഈ കോൾ ചെയ്ത് നിങ്ങൾ ഓർത്ത് നോക്കൂ. ഇതിൽ നിങ്ങൾക്ക് ഓക്കെ മാത്രം ഇതിൽ നിങ്ങൾ സൈൻ ചെയ്യും എന്ന് പറഞ്ഞ അവിടെ സൈൻ പേപ്പർ കൊടുത്ത് അവിടുന്ന് പോയി. അങ്ങനെ പീറ്റേഴ്സ് മെമ്പർ അത് എടുത്ത് നോക്കി വായിച്ച പിന്നെ അവർക്കൊരു ഷോക്കായിരുന്നു. ആരം പറയാൻ തുടങ്ങി എന്താ ഇത് ചെയ്യണോ? ഷോക്കായിരുന്നു. അതുകൊണ്ട് അങ്ങനായിട്ട് അവർ ഓർക്കാൻ തുടങ്ങിയായിരുന്നു. ബാക്കി കോൺട്രാക്ട് അവരോട് പറഞ്ഞായിരുന്നു. പാതി അവരോട് പറഞ്ഞായിരുന്നു. ആരം ലീഡർ നീയാണ്, അത് മാത്രമല്ല ഈ കോൺട്രാക്റ്റിന് സൈൻ ചെയ്യാറാം എന്ന് പറഞ്ഞിരുന്നു. സാർ നിങ്ങൾ വായിച്ചോ? ഇല്ലടാ ഞാൻ പാതി വായിച്ചിട്ടുണ്ട്, ബാക്കി നിങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞിട്ടുണ്ട് ബാക്കി നിങ്ങൾ ഒന്ന് വായിക്കണമെന്ന് പറഞ്ഞിരുന്നു. ശരി ആറാം വായിച്ചിട്ട് എല്ലാവരോടും ഓക്കെ. അവർ ഓർത്തായിരുന്നു വേറെ വഴിയില്ലടാ, ഈ കമ്പനിയിൽ നമ്മൾ രക്ഷിക്കണം അത്ര, വേറെ വഴിയില്ല, ഞങ്ങൾ കോൺട്രാക്ട് നമുക്ക് ഓക്കെയാണ് കോൾ ചെയ്ത് പറഞ്ഞിരുന്നു. എന്നാൽ ജങ്കുക്കിന് വീട് ഒരുമാതിരി ചേഞ്ച് ആയിരുന്നു. എന്താടാ പറഞ്ഞത്? അതെ അവർ പറഞ്ഞ് നമ്മൾ കേൾക്കും. ആ കോൺട്രാക്റ്റിലുണ്ടായിരുന്നു. ആ കോൺട്രാക്ട് അവർ കയ്യിലിരുന്നു. എന്താ കോൺട്രാക്ട് ഞങ്ങൾ എടുത്തു? ഇല്ല സാർ നിങ്ങൾ വായിച്ച് നിങ്ങൾ പറഞ്ഞു. ശരി ഓക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ? ആറാം പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ആറാമിൻ്റെ വീട് ഒരുമാതിരിയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു ആ കോൺട്രാക്റ്റിൽ. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായി. ചേട്ടാ കോൺട്രാക്റ്റിൽ എന്താ ചേട്ടാ ഉള്ളത്? കോൺട്രാക്റ്റിൽ എന്താ ഉള്ളത്? ഹീറോയിൻ്റെ ആൾ വന്ന് പറഞ്ഞു. ഹീറോ ഷോക്കായി. ചേട്ടാ ഇതൊക്കെ പിന്നെ ഇതൊക്കെയല്ലാതെ വേറെ എന്തൊക്കെ? ചേട്ടാ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പാവം അവർ ഗേൾ ഫ്രണ്ട് അടുത്ത് ഞാൻ പറയല്ലേ ചേട്ടാ. ഗേൾ ഫ്രണ്ടാ? അങ്ങനെയൊന്നും സുട്ടാല്ല, ഞാൻ വെച്ചപ്പില്ല, ഞാൻ പറഞ്ഞു അത് സംഭവിക്കും, മനസ്സിലായോ? ചേട്ടാ അതൊക്കെ എങ്ങനെ ചേട്ടാ പറഞ്ഞ? ശരി റൂമെല്ലാം റെഡിയാണോ? റൂമെല്ലാം റെഡിയാണ് സാർ. ശരി ഓക്കെ. സെക്യൂരിറ്റിയെല്ലാം നല്ല ഇതായിട്ട് എടുക്കണം, മനസ്സിലായോ? ഫുൾ ക്യാമറ ഉണ്ടാവണം. മാത്രം റൂമിൽ ക്യാമറ ഇല്ല, മോശമില്ല. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ട് സാർ. റൂമെല്ലാം റെഡിയാണല്ലോ? യെസ് സാർ. ശരി ഓക്കെ. പിന്നെ റൂമെല്ലാം റെഡി ആയിരുന്നു. 7 റൂമും മീത്ത റെഡി ആയിരുന്നു. അങ്ങനെ പീറ്റേഴ്സ് മെമ്പർ വെല്ലടിച്ചായിരുന്നു വന്നായിരുന്നു വീട്ടിലൊക്കെ. വന്നോ? ശരി ഓക്കെ. റൂമിൻ്റെ അകത്ത് പോയി കുറഞ്ഞു.